പതിവ് പോലെ രാവിലെ തന്നെ ഞങ്ങൾ ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ലോഡ് കിട്ടിയിരിക്കുന്നത് ചക്കിട്ടപ്പാറക്കാണ് കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് തന്നെ നമ്മൾ ചക്കിട്ടപ്പാറക്കാണ് പോകുന്നത്. നമ്മുടെ വണ്ടിക്കകത്ത് കൺവെയർ വേസ്റ്റ് ആണ്. കൺവെയർ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രഷറിൽ നിന്ന് കൺവെയർ ബെൽറ്റ് വഴി വരുന്ന പൊടിയും അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കല്ലുകളൊക്കെ ആയിട്ടുള്ളൊരു മിക്സാണ് കൺവെയർ വേസ്റ്റ്. അപ്പോൾ അതുമായിട്ടാണ് ഞങ്ങളിപ്പോൾ നമ്മുടെ ചക്കിട്ടപ്പാറ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. ഇതേ നമ്മുടെ KSRTC ബസ്സൊക്കെ വരുന്ന കാഴ്ചയാണ്. നല്ലൊരു ഭംഗിയാണ്. KSRTC ബസ്സിൻ്റെ പിറകിലായിരുന്നേ നമ്മുടെ ഒരു ലൈൻ ബസ്സും കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥയൊക്കെ നല്ല മനോഹരമായ കാലാവസ്ഥയാണ്. ഇന്നലെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു, ചെറിയ രീതിയിലുള്ള കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ നോക്കിയേ, നല്ല തിളക്കമാർന്ന ഒരു കാലാവസ്ഥയാണ്. രാവിലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന മൊത്തത്തിൽ അങ്ങ് പ്രകാശം പരത്തിയാണ് കേട്ടോ നിൽക്കുന്നത്. ഇപ്പോൾ റോഡൊക്കെ നല്ല മനോഹരമായിട്ട് കിടക്കുകയാണ്. വലിയ രീതിയിലുള്ള തിരക്കും കാര്യങ്ങളും ഒന്നും തന്നെ നമ്മുടെ ഈ റോഡിലില്ല. അപ്പം ഞങ്ങൾ ഏതാണ്ട് കൂട്ടാലിട ടൗണിലായിട്ട് എത്തിയിട്ടുണ്ട്. ഈ ടൗണിൻ്റെ അടുത്ത് തന്നെ വലിയൊരു മലയൊക്കെ കാണാം. സാധാരണ ഈ മല ഇങ്ങനെ കാണാറില്ല. ഇന്ന് അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഈ മലയൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഓരോരോ ടൗണും ഇങ്ങനെ തിരക്കേറി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ ഹാൻഡ് റെയിലിൻ്റെ മുകളിൽ ചെടിച്ചട്ടിയൊക്കെ വെച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ പതിവ് പോലെ നമ്മുടെ ശാന്തമായ അന്തരീക്ഷവും അതുപോലെ തന്നെ അത്യാവശ്യം ചെറിയൊരു കാറ്റവും എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ പതിയെ മാത്രമേ പോവുള്ളൂ കേട്ടോ. നമ്മുടെ ലോഡും വണ്ടി ഇങ്ങനെ കാറ്റൊക്കെ കയറി പോകുന്നത് വളരെ പതിയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ വലിയ വണ്ടികൾക്കും ഹെവി വാഹനങ്ങൾക്കും ലോഡുമായി പോകുന്ന വാഹനങ്ങൾക്കൊക്കെ ഒരുപാട് ഗിയർ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ടിപ്പറിന് 10 ഗിയറാണുള്ളത്. 9 ഫോർവേഡും അതുപോലെ തന്നെ ഒരു റിവേഴ്സും. ഇതെന്താണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ നല്ല ടോർക്ക് കിട്ടേണ്ടിട്ടാണ് കേട്ടോ. ഇതുപോലുള്ള കാറ്റൊക്കെ കയറി പോകാൻ ഒരുപാട് ഗിയറിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ ചക്കിട്ടപ്പാറ ടൗണിലായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് പെരുവണ്ണാമൂഴി ഡാമിനടുത്തായിട്ടുള്ള അക്വഡേറ്റിൻ്റെ അടിയിലാണ് ലോഡ് കട്ടേണ്ടത്. അപ്പം നമ്മുടെ മലയോര ഹൈവേ ഒക്കെ നോക്കി ചക്കിട്ടപ്പാറ ടൗണിനടുത്തായിട്ട് അവിടം വരെ താറൊക്കെ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ സൈഡിലെത്തിയിട്ടുണ്ട്. ലോഡ് തട്ടി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ലോഡൊക്കെ തട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ മലയോര ഹൈവേയുടെ പണിയാണ്. ഉണ്ടോ വർക്കേഴ്സൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ഓരോ കോൺക്രീറ്റിന്റെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഷട്ടറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തായാലും ഇവിടെ നിന്ന് ലോഡൊക്കെ തട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ ക്രഷറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി ഞങ്ങൾ ബാലുശ്ശേരി എത്തിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഇന്ന് കാര്യമായ തിരക്കും കാര്യങ്ങളൊന്നും ബാലുശ്ശേരി ടൗണിൽ കാണുന്നില്ല. അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ വരുന്ന ടൗണാണ് കേട്ടോ നമ്മുടെ ബാലുശ്ശേരി ടൗണ്. അപ്പം ഞങ്ങളെന്തായാലും ക്രഷറിലോട്ടുള്ള ഓട്ടത്തിൽ തന്നെയാണ്. നമ്മുടെ ക്രഷറിൽ നിന്ന് ഏതാണ്ട് 65 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ നമ്മുടെ സൈറ്റിൽ. ഇപ്പം ലോഡ് തെട്ടിയ സൈറ്റിലോട്ട്
അപ്പോൾ വീണ്ടും നമ്മൾ 65 കിലോമീറ്റർ ഓടി വേണം നമ്മുടെ ക്രഷറിലോട്ട് എത്തിച്ചേരാനായിട്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇനിയിപ്പോൾ അടുത്ത ലോഡുമായിട്ട് വീണ്ടും ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ക്രഷറിലെത്തി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ലോഡാക്കണം. കൊയിലാണ്ടിക്കാണ് നമുക്ക് അടുത്ത ലോഡ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് വണ്ടി നമ്മളെ ഫ്രണ്ടിലായിട്ട് പോയിട്ടുണ്ട് ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഇനി ലോഡാക്കിയിട്ട് വേണം നമുക്ക് ലോഡ് ചെയ്യാൻ. അപ്പം നമ്മുടെ ക്രഷറിൻ്റെ കാഴ്ച കണ്ടോ. ഈ കാണുന്ന ലോറിയൊക്കെ ഇനി ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് പാസ് അടിക്കാൻ പോയതാണ് കേട്ടോ. ഫ്രണ്ടിലൊക്കെ നല്ല അടിപൊളി വ്യൂ ആണേ. അങ്ങനെ നമ്മുടെ വണ്ടി ലോഡിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫ്രണ്ടിലായി ഇഷ്ടംപോലെ വണ്ടികൾ വെയിറ്റിങ്ങിലാണേ. നമ്മളങ്ങനെ രണ്ടാമത്തെ ലോഡുമായിട്ട് ക്രഷറിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഫ്രണ്ടിലായിട്ട് ഒരുപാട് ടിപ്പർ ലോറികളൊക്കെ നിർത്തിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ ഓരോരോ ക്രഷറിൽ ഓടുന്ന വണ്ടികളാണ്. ഇന്ന് ഓട്ടം ഇല്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇവിടെയൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത്. കണ്ടോ, നമ്മളെന്തായാലും കൊയിലാണ്ടി നമ്മുടെ ബീച്ചിലോട്ട് ലോഡുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് നമ്മുടെ 6 വരി പാതയിൽ എത്തിയിട്ടുണ്ട്. 6 വരി പാതയിൽ എത്തിയപ്പോഴാണ് കേട്ടോ ഒരു സമാധാനം കിട്ടിയത്. കാരണം നമ്മുടെ മറ്റു പല റോഡുകളും കുണ്ടും കുഴിയൊക്കെയാണ്, ആടിപ്പാടി ഒരഞ്ഞൊക്കെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ നല്ല ശാന്തമായിട്ട് ഇതേ നമുക്കിങ്ങനെ സ്പീഡിൽ ഈ വണ്ടിയുടെ പരമാവധി വേഗതയിൽ പോകാൻ പറ്റുന്നുണ്ട്. നമ്മുടെ പരമാവധി വേഗത എന്ന് പറയുന്നത് 60 km/h ആണ് കേട്ടോ. അപ്പോൾ ഹെവി വണ്ടികളിലോ ഏതാണ്ട് 60 km വരെയാണ് പോവുകയുള്ളൂ. കാരണം ഇതിൻ്റെ സ്പീഡ് ഗവർണർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ ഒക്കെ നോക്കി നല്ല മനോഹരമായിട്ട് തിളങ്ങി നിൽക്കുകയാണ്. ഒരു തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് ഇതുവഴി കടന്നു പോകാം കേട്ടോ. ഇവിടെ ഒരു ട്രാക്ടറൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ KNRCLന്റെ വർക്കാണ് ഈ കാണുന്നത്. ഇതുവരെ മെയിൻ റോഡിലൂടെ വന്ന് നമ്മൾ ഇപ്പോൾ സർവീസ് റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 6 വരിയുടെ സർവീസ് റോഡിൻ്റെ അവസ്ഥകളൊക്കെ ഇതേ കണ്ടോളൂ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വീതി തന്നെ ഉണ്ട്. ഇപ്പോൾ പല ഭാഗങ്ങളിലും സർവീസ് റോഡ് വളരെ വീതി കുറഞ്ഞായിട്ട് കാണപ്പെടുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മോശമില്ലാത്ത രീതിയിൽ നല്ല ലെവൽ തന്നെയാണ് പോകുന്നത്. ഇവിടെയൊക്കെ കണ്ടോ, സാധനം മൊത്തം മാറി. ഇവിടെ ഒരു ചെറിയൊരു മഴ പോലെ വന്നു. ഇവിടെ സർവീസ് റോഡ് വീണ്ടും ചെറുതായി. കണ്ടോ, സർവീസ് റോഡ് വീണ്ടും ചെറുങ്ങനെ ഇതാ ചെറുതായി വരികയാണ്. ദേ ഇവിടെ നോക്കിയേ, വീണ്ടും ഒരുപാട് ചെറുതായി നമ്മുടെ സർവീസ് റോഡ്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് സർവീസ് റോഡിൻ്റെ വീതി, അതുപോലെ തന്നെ അലൈൻമെൻ്റ് ഒക്കെ പോകുന്നത്. നമ്മുടെ മെയിൻ റോഡ് മാത്രമേ ഒരേ വീതിയിലും ലെവലിലും പോകുന്നുള്ളൂ. ബാക്കി എല്ലാ സർവീസ് റോഡുകളും ഏതാണ്ട് ഓൾമോസ്റ്റ് കണക്കാണ്. അതേപോലെ പല സ്ഥലങ്ങളിലും നമ്മുടെ ഡ്രെയിനേജിൻ്റെ സ്ലാബൊക്കെ പൊട്ടിയ നിലയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ റോഡൊന്നും ടാറിങ്ങിൻ്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളെന്തായാലും ചേമഞ്ചേരി എത്താറായിട്ടുണ്ട്. അപ്പം നമ്മുടെ റോഡ് ഇത് വീണ്ടും ഒന്ന് മാറിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പം ഇതാണ് നമ്മുടെ ചേമഞ്ചേരി കഴിഞ്ഞാലുള്ള അവസ്ഥ. മൊത്തം ചളിക്കുളമൊക്കെയാണ്. ഇവിടെയൊക്കെ കണ്ടോ എന്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ RE1 വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇതുവഴി തന്നെ കടന്നു പോകണം. ഇതുവഴി പോകുന്ന ബൈക്കുകാരുടെ അവസ്ഥയാണ് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. കാരണം മൊത്തം പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും സർവീസ് റോഡിൽ നിന്ന് നമ്മുടെ ഹൈവേ നിന്നൊക്കെ മാറി നമ്മുടെ കൊയിലാണ്ടി കടപ്പുറത്തോട്ടുള്ള വഴിയിലോട്ട് കയറിയിട്ടുണ്ട്. ഒരു ചെറിയ റോഡാണ് കേട്ടോ. ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്, ഇവിടെ സൈഡായി കൊടുക്കുക.
അപ്പോൾ ഒരേ സമയം നമ്മുടെ വണ്ടിക്കും അതുപോലെ തന്നെ വേറെ വണ്ടിക്കും പോകാൻ പറ്റില്ല. പോവാം. ഓട്ടോ ഇവിടെ സൈഡാക്കി. ഇനി നമുക്ക് ഇതുവഴി കടന്നു പോകണം. ഇവിടെയൊക്കെ ഒരുപാട് വീടൊക്കെ വലിയ സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. ഓരോ വീടുകളും അത്യാവശ്യം വലിയ വലിയ വീടുകളാണ്. ഉണ്ടോ, ഇവിടെയൊക്കെ ഇരുനില വീടുകൾ തന്നെയാണ് കേട്ടോ. എങ്ങോട്ട് നോക്കിയാലും നമ്മളിപ്പോൾ കടലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതേ ഫ്രണ്ടിലായിട്ട് കാണുന്ന ആ മരത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കടലാണേ. അപ്പൊ നമ്മള് ലോഡൊക്കെ തട്ടി ഇറങ്ങിയിട്ടുണ്ട്. ലോഡ് തട്ടുന്ന വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അവിടെ കുറച്ച് ലൈനും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സൈഡൊക്കെ പറഞ്ഞായിരുന്നു നമ്മൾ ലോഡൊക്കെ തട്ടിയത്. അപ്പൊ എന്തായാലും ഞങ്ങൾ ലോഡൊക്കെ തട്ടി ഇനിയിപ്പോ നേരെ ക്രഷറിലോട്ട് പോവാണ്. വീണ്ടും നമ്മുടെ നാഷണൽ ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പരിപാടി മൊത്തം കയറ്റിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതേ നമ്മുടെ നാഷണൽ ഹൈവേ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ശാന്തമായിട്ട് കിടക്കുകയാണ്. ഇപ്പൊ വലിയ വെയിലും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മളിങ്ങനെ കൂളായിട്ട് നമ്മുടെ ക്രഷറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ.